ഹലോ ഗൈസ്, ഇപ്പൊ നമ്മളുള്ളത് ഞങ്ങളുടെ നാട്ടിലെ അംഗനവാടിയിലാണ്. അവിടുത്തെ പ്രവേശനോത്സവമാണ്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അംഗനവാടി. ഇന്നിവിടെ ആദുവിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. ആദ്യമായിട്ട് അംഗനവാടിക്ക് പോവാണ്. ആള് വലിയ ഉത്സാഹത്തിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു അമാന്തം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ വളരെ കളിയാട്ടമുക്കിലെ വളരെ മനോഹരമായിട്ടുള്ള അംഗനവാടിയാണിത്. ഞങ്ങളുടെ പുഴയുടെ തീരത്തുള്ളതാണ് ഈ അംഗനവാടി. ഇവിടെ വന്ന് നോക്കുമ്പോൾ കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇവിടുത്തെ ഒരുക്കങ്ങളിലൊക്കെ പങ്കാളിയായി. അത്യാവശ്യം ഒരുപാട് കുട്ടികളുണ്ട് പ്രാവശ്യം എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ പഴയ കുട്ടിക്കാല ഓർമ്മകളൊക്കെ ആയി വരയ്ക്കായിരുന്നു. ഞാനും പണ്ട് ഇതേപോലെ അംഗനവാടി വന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. എൻ്റെ ഉമ്മൊക്കെ പറയാറുണ്ട്, ഞാനിവിടുത്തെ ടീച്ചറെ എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ടീച്ചറെ ഹെൽപ്പർ ഉണ്ടായിരുന്നു. ആ ഹെൽപ്പറെ കൈയൊക്കെ കടിച്ച് മുറിയാക്കിയിട്ടുണ്ടെന്നൊക്കെ എൻ്റെ ഉമ്മ പറയലുണ്ട്. ഈ കുട്ടികളെ കാണുമ്പോൾ എനിക്കും എൻ്റെ പഴയ ഓർമ്മയാണ് വന്നുള്ളത്. ഇതാണ് അവിടുത്തെ ടീച്ചർ. അത്യാവശ്യം ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സമയത്ത് ഓർമ്മ വന്നുള്ളത്, ഇപ്പോൾ നമ്മളെല്ലാവരും പരസ്പരം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളിലേക്ക് മാത്രം, നമ്മുടെ സമുദായങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ളതിന് ഭാഗമാവേണ്ട ഒരു ആവശ്യകത എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഒരു സോമൻ കടലൂറിൻ്റെ കവിത ഇവിടെ അടുത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. മിടുക്കർ എന്നുള്ള ഒരു കവിതയായിരുന്നു അത്. അതിലിങ്ങനെയാണ് പറയുന്നത്: നിന്റെ മകൻ സെൻറ് തോമ ഇംഗ്ലീഷ് മീഡിയത്തിൽ, എൻ്റെ മകൾ വിവേകാനന്ദ വിദ്യാഭവനിൽ, അവൻ്റെ മകനും മകളും ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ. ഒരേ ബെഞ്ചിലിരുന്ന് ഒരു പാഠപുസ്തകം പങ്കിട്ട് ഒരേ വിശപ്പ് വായിച്ച് നമ്മൾ പഠിക്കാതെ പഠിച്ച ആ പഴയ സ്കൂൾ ഇപ്പോഴുമുണ്ട്. പണ്ടത്തെ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ പരമദരിദ്രരായ ചിലരുടെ മക്കൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരിക്കൽ കുരിശും വാളും ശൂലവുമായി നമ്മുടെ മക്കൾ കലി തുള്ളുമ്പോൾ നടുക്കു വീണ് തടുക്കാൻ അവരെങ്കിലും മിടുക്കരാകട്ടെ. ഇന്നിവിടെ കൂടിയപ്പോൾ എനിക്ക് ഈ ഒരു കാര്യമായിരുന്നു ഓർമ്മ വന്നത്. നമ്മുടെ മക്കളെ പരസ്പരമുള്ള ഇവിടെ നാട്ടിലുള്ള വൈവിധ്യങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും ഒക്കെ അറിഞ്ഞ് കുട്ടികൾ പഠിക്കട്ടെ. നാടിൻ്റെ രസങ്ങൾ, ഇവിടുത്തെ വിവിധ കുട്ടികൾ, വിവിധ സാമ്പത്തിക നിലയിലുള്ള ആളുകൾ, വിവിധ സമുദായ വ്യത്യാസങ്ങൾ ഒക്കെ അറിഞ്ഞ്, ഭക്ഷണങ്ങളും അവരുടെ വ്യത്യാസങ്ങൾ ഒക്കെ അറിഞ്ഞ് കുട്ടികൾ പഠിക്കട്ടെ. വന്ന കുട്ടികൾ അവർ ഗംഭീരമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസകരമായിട്ട് ഇവിടുത്തെ ടീച്ചർമാരും അധ്യാപകരും അതുപോലെ നല്ല രക്ഷിതാക്കളൊക്കെ കൂടിയായിരുന്നു. നല്ല ഗംഭീരമായ ഒരു പ്രവേശനോത്സവ സ്കൂൾ നമ്മളെ അംഗനവാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ടീച്ചർക്ക് ഇവിടെ ഉണ്ടായിരുന്ന രക്ഷിതാക്കളുടെ വകയായിട്ട് ചെറിയ ഒരു സമ്മാനം, കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയ കുട്ടികളുടെ രക്ഷിതാക്കളെ ചെറിയ സമ്മാനമൊക്കെ അവർക്ക് ടീച്ചർക്ക് ഉപഹാരമായിട്ട് കൊടുത്തു. ഒത്തിരി സന്തോഷം. എനിവേ, നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു.